നമസ്കാരം. ഈ കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി അമേരിക്കയിലെ ലാഗേർഡിയ എയർപോർട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ഒരു ബോയിങ് 737 എയർപ്ലെയിനിൽ ക്യാബിൻ സ്മോക്ക് ഉള്ളതായിട്ട് ഫയർ കൺട്രോളറിൽ റിപ്പോർട്ട് വന്നു. അവർ ഗ്രൗണ്ട് കൺട്രോളിൽ നിന്നും ക്ലിയറൻസ് എടുത്ത് റൺവേ 4 ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമം തുടങ്ങി. ഈ ഫയർ ട്രക്കിൽ പ്രധാനമായിട്ടും ട്രക്കിനെ ഗ്രൗണ്ട് കൺട്രോളിൽ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്പോണ്ടേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള എയർപ്ലെയിനുകൾക്കോ അതേസമയം ട്രാഫിക് കൺട്രോളറിനോ ഈ ട്രക്കിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് കനേഡിയൻ റീജിയണൽ ജെറ്റ് 900 എയർപ്ലെയിൻ എയർ കാനഡ എക്സ്പ്രസിൻ്റെ പ്ലെയിന് ലാൻഡിംഗ് ക്ലിയറൻസ് എടുക്കുകയും അവർ റൺവേ 4-ൽ തന്നെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് ലോക്കൽ ടൈം 11:38 ആയപ്പോഴേക്കും ഈ സിയാജെ 900 എയർപ്ലെയിൻ ഫയർ ട്രക്കിൽ വന്ന് ഏതാണ്ട് 211 കിലോമീറ്റർ സ്പീഡിൽ ക്രാഷ് ചെയ്യുകയുണ്ടായി. വിമാനത്തിൻ്റെ മുൻവശം മുഴുവൻ നശിച്ചുപോയി. 2 പൈലറ്റുമാരും ദാരുണമായി മരണപ്പെടുകയും ചെയ്തു. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന 96 യാത്രക്കാരിൽ 93 പേരും വിമാനത്തിൻ്റെ ഓവർവിങ് എക്സിറ്റുകളിൽ കൂടി എക്സിറ്റ് ചെയ്യുകയും രക്ഷപ്പെടുകയും ഉണ്ടായി. ചില സാരമായ പരിക്കുകളുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, ഏറ്റവും മുൻവശത്തിരുന്ന ഫ്ലൈറ്റ് ക്രൂ അവരവരുടെ ഇരുന്ന സീറ്റോടുകൂടി തെറിച്ച് ഏതാണ്ട് 300 മീറ്റർ ദൂരെ വീഴുകയും അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുകയും ഉണ്ടായി. ഇത് എയർ ട്രാഫിക് കൺട്രോളറിൻ്റെയും ഗ്രൗണ്ട് കൺട്രോളറിൻ്റെയും കോർഡിനേഷൻ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായ ഒരു ദാരുണമായ സംഭവമാണ്. അതിനെ കോൺട്രിബ്യൂട്ടറി ആയിട്ട് വന്നത് ഈ ഫയർ ട്രക്കിന് ട്രാൻസ്പോണ്ടേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലായിരുന്നു എന്നതും കൂടിയാണ്. ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങൾ തുടർക്കഥയായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഏതെങ്കിലും മിസ്റ്റേക്കുകൾ കോമ്പിനേഷനായി വരുന്നു എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു.